Hi children, today we are going to deal with the last part of the lesson, The Adventures in a Banyan Tree, Malayalam translation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീരിയും പാമ്പുമായിട്ടുള്ള അടി നടന്നു. അതിൽ കീരി പാമ്പിനെ കൊന്നു. അത് ആ കുട്ടി താഴെ ഇറങ്ങി വന്ന് അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പൻ അതിൽ വളരെ സന്തോഷവും തോന്നി. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇനി അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ, അതായത് ഈ ആൽമരം നമ്മൾ അവകാശപ്പെടുന്ന ഒരു വിചിത്രമായ സംഭവം നടന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ഒരു വിചിത്രമായ സംഭവം നടന്ന ഒരു പശ്ചാത്തലം കൂടിയായി മാറി ആൽമരം. സ്ട്രേഞ്ച് കേസ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ സംഭവം. അതായത് ഒരു വെള്ള എലിയെ അപ്പൂപ്പൻ 4 അണയ്ക്ക് ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ആ വെള്ള എലി ഞാൻ കൂടെ ഈ മരത്തിൻ്റെ വേരിലും അതുപോലെ തന്നെ ശാഖയിലും ഒക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പം ഈ വെള്ള എലി പെട്ടെന്ന് തന്നെ അവിടെ ഉള്ള ഒരു ചാരനിറത്തിലുള്ള സ്ക്വിരൽ അണ്ണാനുമായിട്ട് പെട്ടെന്ന് കൂട്ടുകൂടുകയും ചെയ്തു. അവർ ഫ്രണ്ട്സായി. അപ്പം ആ പാരഗ്രാഫ് അത്രയാണ് പറയുന്നത്. ആൽമരം എന്ന് പറയുന്നത് ഒരു വിചിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലം കൂടി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാരനിറത്തിലുള്ള അണ്ണാൻ്റെയും ഒരു വെള്ള എലിയുടെയും ആവാസ കേന്ദ്രമായി മാറി. അപ്പം ഈ വെള്ള എലിയെ അപ്പൂപ്പൻ ചന്തയിൽ നിന്ന് 4 അണയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ആ വെള്ള എലിയെ ഞാൻ കൂടെ മരത്തിൽ കൊണ്ടുപോവുകയും അവൻ അതിൻ്റെ റൂട്ട് വേരുകളിലും ശാഖകളിലും ഒക്കെ കയറി പറ്റുകയും അതുപോലെ തന്നെ ഈ ഒരു ചാരനിറത്തിലുള്ള അണ്ണാനുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകൂടുകയും ചെയ്തു. അപ്പോൾ ഈ അണ്ണാനും ഈ എലിയും കൂടെ കൊച്ചു വിനോദയാത്രകൾ ആ മരത്തിൽ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എക്സ്കർഷൻസ് എന്ന് പറഞ്ഞാൽ വിനോദയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിയും അണ്ണാനും കൂടെ അവിടെ ഓടി നടന്ന് ചുറ്റും ഈ മരത്തിന് ചുറ്റും ഓടി നടന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ ഈ അണ്ണാൻ കൂടുണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അവൻ എൻ്റെ പോക്കറ്റിലാണ് കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഷർട്ടൊക്കെ പരിശോധിക്കുമ്പോൾ അത് മുഴുവനും കച്ചിയും പുല്ലും നിറഞ്ഞിരിക്കുന്നത് കാണാം. കച്ചിയും പുല്ലും നിറഞ്ഞിരിക്കുന്നത് കാണാം എൻ്റെ പോക്കറ്റിൽ. കുട്ടി വീട്ടിൽ വന്ന് പോക്കറ്റൊക്കെ പരതുമ്പോൾ കച്ചിയും പുല്ലും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. കാരണം ഈ അണ്ണാൻ ആദ്യം ഇവൻ്റെ പോക്കറ്റിലാണ് കൂട് വയ്ക്കാൻ ശ്രമിച്ചത്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അമ്മമ്മയുടെ കമ്പിളി കാണാനില്ല. അമ്മമ്മ തുന്നിക്കൊണ്ടിരുന്ന കമ്പിളി കാണാനില്ല. അതിൻ്റെ പടം ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. അപ്പോൾ കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മമ്മ. പെട്ടെന്നൊരു ദിവസം അത് കാണാതെയായി. ഞങ്ങൾ അവിടെ എല്ലാം നോക്കി, പക്ഷേ ഞങ്ങളുടെ ആ തെരച്ചിൽ വിഫലമായി. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ വലിയ ആൽമരത്തിൻ്റെ പൊത്തിനകത്ത് എന്തോ തിളങ്ങുന്നതായിട്ട് കണ്ടു. ഗ്ലിൻഡിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അങ്ങനെ ഞാൻ അടുത്ത് പോയി വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. അടുത്ത് പോയി വിശദമായി പരിശോധിച്ചപ്പോഴേക്കുമാണ് ആ അമ്മമ്മയുടെ ആ നിറ്റിങ് കമ്പിളി കൊണ്ടുണ്ടാക്കിയ ആ നിറ്റിങ് തുണി അവിടെ ഇരിക്കുന്നത് കണ്ടു. അതിനോടൊപ്പം ആ തിളങ്ങിയ സാധനം അമ്മമ്മയുടെ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ തുന്നുന്ന സൂചിയായിരുന്നു. ആ സൂചിയുടെ ഒരു അറ്റമാണ്
ഇങ്ങനെ ആ പൊത്തിൻ്റെ വെളിയിൽ തിളങ്ങിയത്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ അമ്മമ്മയുടെ തുന്നിക്കൊണ്ടിരുന്ന ആ കമ്പിളി തുണിയും അതുപോലെ സ്റ്റീൽ സൂചിയുടെ അറ്റവുമാണ് അവന് കാണാൻ കഴിഞ്ഞത്. അവൻ കുറച്ചുകൂടി അകത്തോട്ട് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ കണ്ടത് ആ പൊത്ത് മുഴുവനും ഈ കമ്പിളി തയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ആ കമ്പിളി തുണി കൊണ്ട് കുത്തി തിരുക്കി വെച്ചിരിക്കുകയാണ്. ക്രാംഡ് വിത്ത് നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പൊത്ത് മുഴുവനും തയ്ക്കാനുള്ള കമ്പിളി തുണി കൊണ്ട് കുത്തി ഞെരുക്കി വെച്ചിരിക്കുകയാണ്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ കുത്തി ഞെരുക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ കുട്ടി നോക്കിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഒരു കുഞ്ഞ് 3 ക്യുരൽസ് അണ്ണിക്കുഞ്ഞുങ്ങളെ കണ്ടു. 3 വെള്ള അണ്ണിക്കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പോൾ അണ്ണിക്കുഞ്ഞുങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് ആ ചാര നിറത്തിലുള്ള അണ്ണാനാണ്, ഗ്രേസ് കുരലാണ്. അപ്പം അവൻ ഈ അത്ഭുതകരമായ വെള്ള അണ്ണികളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഈ കുട്ടിക്ക് വളരെയധികം അത്ഭുതം തോന്നി. ഈ കുട്ടി ഓടിച്ചെന്ന് അപ്പൂപ്പനോട് വിവരം പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ ആകെ അതിശയം തോന്നി. അപ്പൂപ്പൻ ആദ്യമായിട്ടാണ് വെള്ള അണ്ണികളെ കാണുന്നത്. അപ്പൂപ്പനും ഞാനും കൂടി കുറേ നേരം ഈ ദൃശ്യം കണ്ട് അത് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് വളരെ വിസ്മയത്തോടു കൂടി നിന്നുപോയി. പസിൽഡ് എന്ന് പറഞ്ഞാൽ വിസ്മയത്തോടെ നിൽക്കുക, ഗേസ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. അപ്പം ഈ മനോഹരമായ 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ, വെള്ള അണ്ണക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അപ്പൂപ്പനും ഈ കുട്ടിക്കും വളരെയധികം കൗതുകം തോന്നുകയും അവരതിനെ തന്നെ കുറേ നേരം ഗേസ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അവർക്കാകെ ഒരു വിസ്മയമായിപ്പോയി, അവർക്കാകെ ഒരു അതിശയം ആയിപ്പോയി. അപ്പോൾ അപ്പൂപ്പൻ ഇത് കണ്ടിട്ടാകെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അപ്പൂപ്പൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഈ വെള്ള എലി, അപ്പൂപ്പൻ 4 അണയ്ക്ക് ചന്തയിൽ നിന്ന് വാങ്ങിച്ച വെള്ള എലി കൂടെ ആൽമരത്തിൽ വരാറുണ്ടെന്നും ഈ ചാര നിറത്തിലുള്ള അണ്ണാനെ കാണാറുണ്ടായിരുന്നുവെന്ന് ഈ കുട്ടി പറഞ്ഞു. ഈ വെള്ള എലി കൂടെ ഈ ചാര നിറത്തിലുള്ള അണ്ണാനെ കാണാൻ ഈ ആൽമരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, അത് ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന് ഈ കുട്ടി അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പോഴാണ് അപ്പൂപ്പന് മനസ്സിലായത്, എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഈ 3 വെള്ള അണ്ണാൻ്റെ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് ആ വെള്ള എലി തന്നെയായിരിക്കും. കാരണം അണ്ണാനും എലികളും എപ്പോഴും ബന്ധമുള്ളവരാണ്. ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ അണ്ണാനും എലികളും എന്ന് പറയുന്നത് എപ്പോഴും പരസ്പര ബന്ധമുള്ള ജീവികളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ. അപ്പോൾ ഈ വെള്ള എലിയും ഈ ചാര നിറത്തിലുള്ള അണ്ണാനും കൂടെ സമ്പർക്കം പുലർത്തുകയും അതിൻ്റെ ഫലമായി 3 വെള്ള അണ്ണിക്കുഞ്ഞുങ്ങൾ സന്താനങ്ങളായിട്ടുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ തീർച്ചയായിട്ടും ഈ വെള്ള എലി തന്നെയാണ്. കാരണം എലിയും അണ്ണാനും തമ്മിൽ പരസ്പരം ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അത് ഈ കേസിൽ, ഇവിടുത്തെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഈ 3 വെള്ള അണ്ണിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഈ വെള്ള എലിയുടെയും ചാരനിറത്തിലുള്ള ഈ അണ്ണാൻ്റെയും കുഞ്ഞുങ്ങളായിട്ടാണ് ഇവിടെ ജനിച്ചത്. അപ്പം ഇത്രയാണ് നമുക്ക് പാഠം. ആ പാഠം എന്നോട് തീർന്നു. അപ്പം ഇനി നമുക്ക് ആക്ടിവിറ്റി 6 കുറച്ച് സിൽഹൗട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ദ ബോയ് വാസ് സിറ്റിംഗ്
on the halfway up the tree, watching down the sides below, reading books. Then അടുത്ത പടം third picture എന്ന് പറഞ്ഞാൽ the crow and the myna tried to hurl against the cobra. അടുത്തത് നാലാമത്തെ പടം എന്ന് പറയുന്നത് സിൽഹൗട്ടിയുടെ നേരെ ഉള്ള ബ്ലാങ്കിൽ എഴുതാനുള്ളതാണ് ആക്ടിവിറ്റി 6. അടുത്ത പടം എന്ന് പറയുന്നത് ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻടു ദ ബുഷസ്. ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻടു ദ ബുഷസ്. അടുത്ത പടം അഞ്ചാമത്തെ പടം the grey squirrel and the white rat became friends soon. Then last padam, the boy was anxiously looking at the 3 white baby squirrels. He couldn't help wondering at it. It was an amazing sight for him. ഇത്രയാണ് സിൽഹൗട്ടിയുടെ താഴെയുള്ള ബ്ലാങ്കിൽ എഴുതേണ്ടത്. തൊട്ടടുത്ത് കുറച്ച് പിക്ചേഴ്സ് 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മരം വെട്ടുന്ന പടമുണ്ട്, ഫാക്ടറീസിൽ നിന്നൊക്കെ പുക പോകുന്നതുണ്ട്, അതുപോലെ മരം കണ്ണീരൊഴുക്കുന്നതും ഉണ്ട്. ഒന്ന് ഡീഫോറസ്റ്റേഷനാണ്. ഇറ്റ് അഫക്ട്സ് ദ ബാലൻസ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ the balance of nature will be destroyed. Deforestation, ആദ്യത്തെ പടത്തിൻ്റെ ഒരു ഡീഫോറസ്റ്റേഷൻ, മരം വെട്ടുന്ന പടം. Deforestation, balance of nature will be destroyed. തൊട്ട് താഴെയുള്ള പടം environmental pollution. It destroys the fertility of the soil. Then it affects the ബാലൻസ് ഓഫ് നേച്ചർ വേണമെങ്കിൽ എഴുതാം. അടുത്ത പടം ഫാക്ടറീസിന് പുക വരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ, അവിടെ എയർ പൊല്യൂഷൻ. ദെൻ ഇറ്റ് കോസസ് ഹെൽത്ത് പ്രോബ്ലം. തൊട്ടടുത്ത പേജിൽ അതിൻ്റെ കുറേ റീസൺസ് എഴുതാനായിട്ട് കുറേ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലാന്റ് മോർ ട്രീസ്. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് മോർ ട്രീസ്, don't cut trees, plant so many trees, save the ecosystem of our nature. Then അതിൻ്റെ തൊട്ട് താഴെ avoid plastic, then avoid unnecessary burning, then recycle plastic, then അതത്രയും അടുത്ത 3 കോളത്തിൽ എഴുതാം. യൂസ് പേപ്പർ ബാഗ്സ് ആൻഡ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക്. കൺട്രോൾ കാർബൺ എമിഷൻ, അവോയ്ഡ് ഗ്ലോബൽ വാർമിംഗ്. ദെൻ റീസൈക്കിൾ ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. ദെൻ യൂസ് കമ്പോസ്റ്റ് പൈപ്സ് ടു എലിമിനേറ്റ് ദ വേസ്റ്റ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. ദെൻ introduce pollution control norms. ഇതൊക്കെ നമുക്ക് ആ പേജിൽ ബ്ലാങ്കിൽ എഴുതാം. ഇനി കൺസർവേഷൻ ഓഫ് നേച്ചറിനെ കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ a single banyan tree can cause wonders. How? So in this lesson, Adventures in a Banyan Tree teaches us how to live in harmony with nature. A boy and his grandfather lives very happily with a banyan tree. It was an old banyan tree as old as the town of Dera, which was laying peacefully at the Himalayan foothills. Then this banyan tree was full of small birds and animals. This boy became friendly with a grey squirrel. He used to give that grey squirrel cakes and biscuits.
Then during the fig season, so many kinds of birds come and sit there. Then he used to watch beautiful sights from the top of the tree. One day he happened to see a fierce battle between a cobra and a mongoose. It was a thrilling experience for him. After so many hours of fierce battle, the mongoose killed the cobra. Then he had another strange experience. A white rat along with the grey squirrel became friendly, and a grey squirrel gave birth to 3 white baby squirrels, and this amazing scene was really puzzling and seemed marvelous to both the grandson and the grandfather. Grandfather was very happy to see the 3 white baby squirrels. So he loves pet animals. He keeps a mongoose inside the garden to keep away the snakes. He used to give the mongoose scraps from the kitchen. Then all these things you can write. Then from the part taught today, you can expect a newspaper report of the 3 white baby squirrels. So you can write Dara Day. Amazing sight. An amazing sight. An amazing sight of 3 white baby squirrels were found in an old banyan tree owned by a grandfather and his grandson at the town of Dara. This 3 white baby squirrels is an amazing sight. Then actually this white squirrels were born of a white rat which the grandfather had bought from the bazaar for 4 annas, and the grey squirrel became friendly with the white rat, and they used to mate together and gave birth to offspring, 3 white offspring. It was a marvelous sight. Grandfather couldn't help looking at it. It was a wonderful experience for him. So many people are coming to his house to see the white baby squirrels. So those who are coming to his house are taking photographs also, because white squirrels are rare nowadays. പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, when this boy saw the squirrels for the first time, he ran to his grandfather and they had a conversation. How will it that be? ഇപ്പോൾ കുട്ടി പറയും, grandfather, I saw an amazing scene. ഇപ്പോൾ grandfather, oh son, what is that scene? ഇപ്പോൾ കുട്ടി പറയാണ്, grandfather, you please come with me, I will show you. അപ്പോൾ grandfather, where is it my child? അപ്പോൾ അടുത്ത കുട്ടി പറയും, in the banyan tree, 3 white baby squirrels are found inside the hole of the banyan tree. അപ്പോൾ വീണ്ടും grandfather ചോദിക്കും, oh, it's a marvelous sight. I haven't seen these white squirrels before. How did it happen? അപ്പോൾ ഈ കുട്ടി പറയും, I used to see the white rat frequently coming in this banyan tree. അപ്പോൾ grandfather പറയും, oh, then no doubt
the white rat is the father of the 3 baby squirrels. Then അപ്പോൾ ഈ കുട്ടി ചോദിക്കും, ഹൗ ഈസ് ദിസ് ഹാപ്പനിങ്? അപ്പോൾ ഗ്രാൻഡ് പറയും, ബോത്ത് the rats and the squirrels are related to each other, so they can have offsprings. അപ്പോൾ ഈ രീതിയിൽ കോൺവെർസേഷൻ എഴുതാം. അപ്പം ഈ വൈറ്റ് ബേബി സ്ക്വിറൽസിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. The conversation between the boy and the grandfather after seeing the white squirrels. The boy, when he saw these white squirrels for the first time, he was very thrilled. He expressed his thoughts in the diary, like write the likely diary. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും ഡേയും, അതുപോലെ പുറത്ത് 10 PM. Then dear diary, it was an thrilling day for me. I saw a marvelous sight today. ഇതെല്ലാം എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടെഴുതണം. I found 3 white baby squirrels inside the hole of the banyan tree. It was really a wonderful experience for me. I ran and told this happy news to my grandfather. He was also very happy. He is a lover of pet animals. He actually bought the white rat for 4 annas from the bazaar, and this white rat became friendly with the grey squirrel, and this white rat used to visit the banyan tree frequently. As a result, the offspring, the 3 white baby squirrels, were born. So grandfather told me that these rats and squirrels are related to each other. Actually, it was a wonderful and amazing sight. So many people came to see from outside, and they took photographs also. I can't forget this day. ഈ രീതിയിൽ ഒരു 10 സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതാം. ആ കുട്ടിയുടെ ആ സന്തോഷം, വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ സന്തോഷം ഡയറിയുടെ രൂപത്തിൽ എഴുതാനും ചോദിക്കാം. അതുപോലെ ഇതിനെ കണ്ടപ്പോൾ അവൻ അപ്പൂപ്പൻ്റെ അടുത്ത് ഓടുകയും അവനും അപ്പൂപ്പനും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം. ഇത് രണ്ടുമാണ് ഇതിൽ വരുന്നത്. പിന്നെ റൈറ്റ് എ ലെറ്റർ. ദ ബോയ് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് describing the events that led him to see the white baby squirrels. അതും ഇതുപോലെ എഴുതാം. പ്ലേസ്, ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് മൈ ഡിയർ ഫ്രണ്ട്, hope you are fine. I am also fine and happy here. Convey my regards to your parents. Today I saw a wonderful sight. It was the sight of 3 white baby squirrels. Then my grandfather had bought a white rat for 4 annas from the bazaar, and this white rat became friendly with the grey squirrel in the banyan tree. They used to go for excursion among the roots and branches of the banyan tree. One day, when grandmother's knitting was disappearing from the room, I searched everywhere, and at last I saw something glinting inside the hole. When I looked inside the hole of the banyan tree, I found that it was crammed with wool, and among them were 3 white baby squirrels. I was really
Wonderstruck by the sight, I immediately ran to my grandfather and shared this happy news. He was also very happy to see the white squirrels. He told that as rats and squirrels are related to each other, offsprings can be born. So most probably the white rat may be the father of the squirrels, baby squirrels. So anyway, if you come here, I will show you the 3 white baby squirrels. So many people are coming here and taking photographs of these baby squirrels. So hope you will come soon. Yours faithfully, നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്. ഇനി ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ഈസ് എ പ്ലസന്റ് എക്സ്പീരിയൻസ്. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദിസ് ടോപ്പിക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റെസ്പെക്റ്റഡ് dignitaries on the bias. Today I stand before you to speak a few words on the topic living in harmony with the nature and its creatures is a thrilling experience. In this lesson, adventures in the banyan tree, we come across a boy and his grandfather. Both of them are lovers of nature, and this grandfather was an old man and he loves pet animals. He was a lover of the banyan tree also. Then he used to plant an English model garden there, and this grandfather used to give food scraps from the kitchen to a mongoose to keep away snakes from there. Then he also bought a white rat from the bazaar for 4 annas, and this banyan tree became the dwelling place for so many creatures, including white rat, grey squirrel, 3 baby squirrels which the grey squirrel gave birth to. And in the fig season, this banyan tree was full of fruits. So many kinds of birds came and made noises there. Then this boy also enjoyed the beautiful scenery, sitting halfway at the tree and spending time reading books there. Then he once watched a fierce fight between a cobra and a mongoose, which was an unforgettable experience for him. After so many hours of battle, the mongoose killed the cobra. So we should live in harmony with nature. We should not cut down trees. All living things in this nature has the right to live. That is the rule of the nature. Every living being has the right to live in this earth. So we should maximum utilize all the resources given by nature, and we should enjoy the beauty of nature without exploiting or destroying it. ഈ രീതിയിലൊക്കെ നമുക്ക് പാരഗ്രാഫ് ആയിട്ട് എഴുതാം, സ്പീച്ച് എഴുതാം. അവസാനം വിത്ത് ദിസ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്, താങ്ക് യു എന്ന് എഴുതണം സ്പീച്ച് എഴുതുമ്പോൾ. അപ്പോൾ സ്പീച്ച് വേണമെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൂടുതലും വരുന്നത്. ഇനി ഇതിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഉണ്ട്. അതുപോലെ വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ 1 വേർഡ് ചോദിക്കാം. നോയ്സി ആർഗ്യുമെൻറ്റ്, സ്ക്വാബിൾ. അതുപോലെ നെറ്റ്വർക്ക് ഓഫ് പാസേജസ്, മെയ്സ്. അങ്ങനെയൊക്കെ ചോദിക്കാം 1 വേർഡ്. അപ്പം അതെല്ലാം പഠിച്ചോണം. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും എഴുതുമ്പം
എവിടെ മുതലാണോ വെർബ്, മെയിൻ വെർബ് ആയിക്കോട്ടെ ഓക്സിലറി ആയിക്കോട്ടെ, എവിടെ മുതലാണോ ഓക്സിലറി വെർബും മെയിൻ വെർബും വരുന്നത് ആ ഭാഗം തൊട്ട് വെർബ് ഫ്രേസ് ആയിരിക്കും. അതിനു മുമ്പുള്ളതെല്ലാം ഒരു പ്രധാനപ്പെട്ട നൗണും അഡ്ജക്റ്റീവ്, ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ്, ക്വാണ്ടിഫയേഴ്സ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നൗൺ ഫ്രേസ്. അപ്പം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ തന്നെ വൺ വേർഡ് എഴുതാനുള്ളത്, ഇതെല്ലാം വേറൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടും ഒന്നുകൂടി ഇട്ട് കാണുക, ഓൺലൈൻ ക്ലാസ്സുകളും ഒന്നുകൂടി ഇട്ട് കാണുക. അപ്പോൾ ഈ പാഠം എന്തായിരുന്നാലും നല്ലോണം മനസ്സിലാവും. അടുത്ത ആഴ്ച നിങ്ങൾക്ക് അടുത്ത പാഠമായിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ തുടങ്ങുന്നത്. അപ്പം അതിനു മുമ്പ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക, നോട്ടെല്ലാം എഴുതി തീർക്കുക. So thanks for watching. Please like, share and subscribe my channel for writing the exams well. Thank you.